ഞാനിന്നിവിടെ കഞ്ഞിക്കൊക്കെ പറ്റിയ രീതിയിൽ സിമ്പിളായൊരു ചമ്മന്തി ഉണ്ടാക്കാൻ പോവുകയാണ്. അതിനായി ആദ്യം തന്നെ തേങ്ങ ചിരകി വെക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് എത്രയാണോ ചമ്മന്തി ആവശ്യം അതിനനുസരിച്ച് തേങ്ങ ചിരകി എടുക്കുക. അപ്പോൾ നമ്മുടെ തേങ്ങ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചമ്മന്തിക്ക് ആവശ്യമുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ ചെറിയ ഉള്ളിയാണ് എടുത്തത് കേട്ടോ. ഒരു 5-6 അല്ലി ചെറിയ ഉള്ളി എടുത്തു. പിന്നെ നല്ല എരിവ് വേണമെന്ന് പറഞ്ഞതുകൊണ്ട് ഒരു 3 പച്ചമുളകും എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി അല്ലെങ്കിൽ സാധാരണ നമ്മുടെ ചുവന്നുള്ളി വലിയുള്ളി എടുക്കുക കേട്ടോ. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ കുറച്ച് പുളി കൂടി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഒരു കഷ്ണം ഇഞ്ചി, 5-6 അല്ലി ചെറിയുള്ളി, ഒരു 2-3 പച്ചമുളക്, കുറച്ച് പുളിയും, ആവശ്യത്തിന് പുളിയും. അപ്പോൾ നമുക്കിനി അത് ഒരു ജാറിലേക്ക് ഇട്ട് അരച്ചെടുക്കാം. കറിവേപ്പില കൂടി ഇട്ടാൽ നന്നായിരിക്കും കേട്ടോ. എൻ്റെ ഇവിടെ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഉണ്ടായിരുന്നത്. പിന്നെ അല്പം മുളക് പൊടി ഇടുന്നുണ്ട്, ഒരു കളറിന് വേണ്ടിയിട്ട് എരിവില്ലാത്ത മുളക് പൊടിയാണ്. പിന്നെ നമ്മുടെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായി അരച്ചെടുക്കാം. ഇളക്കി കൊടുക്കണം കേട്ടോ ഇടയ്ക്കിടയ്ക്ക്. നമ്മുടെ ചമ്മന്തിയിൽ വെള്ളമൊന്നും ചേർക്കില്ലല്ലോ, അപ്പോൾ അരച്ച് എടുക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കിയിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കും. അപ്പോൾ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല വെണ്ണ പോലെയൊന്നും അരച്ചെടുത്തിട്ടില്ല കേട്ടോ, ചെറിയ പീര വരുന്ന രീതിയിൽ തന്നെ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ.